ചില സോഫ്റ്റ്വെയറുകളുണ്ടല്ലോ, നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് കൃത്യമായി അങ്ങ് ചെയ്തു തരും. ഭയങ്കര സ്മാർട്ടാണെന്ന് തോന്നും. പക്ഷേ വേറെ ചിലതുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമേ ആയിരിക്കില്ല അത് ചെയ്യുന്നത്, അല്ലേ? ഇതൊരു ഭാഗ്യപരീക്ഷണമൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ പറ്റുന്ന ഒരു വലിയ പിഴവുണ്ട്. അപ്പോൾ ആ പിഴവ് എങ്ങനെ ഒഴിവാക്കാം, അതിനുള്ള ഒരു ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതല്ലല്ലോ എനിക്ക് വേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ ആപ്പ് വേറൊരു കാര്യം ചെയ്യും. ശരിക്കും ദേഷ്യം വരും, അല്ലേ? ഈ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇത് വളരെ സാധാരണമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ സംഭവിക്കുന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിൽ നിന്നാണ്. ഒരാൾക്ക് എന്താ വേണ്ടതെന്ന് പറയുന്നതും അത് കേട്ട് മറ്റൊരാൾ മനസ്സിലാക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസം വരും. അതായത് ഒരു കൃത്യമായ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഇതിനെന്തോ ഒരു പരിഹാരം? നമുക്കൊരു കാര്യം ആലോചിക്കാം. ഒരു വീട് വെക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യും? ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും, അല്ലേ? ഓരോ മുറിയും എവിടെ വരണം, ജനലെവിടെ വേണം, അങ്ങനെ എല്ലാം കൃത്യമായി വരച്ചുവെക്കും. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും നമുക്കൊരു ബ്ലൂ പ്രിന്റ് വേണം. ആ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈയൊരു പ്രോസസ്സിന് ടെക്നിക്കലായിട്ട് പറയുന്ന പേരാണ് റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ RE. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഉൾപ്പെട്ട എല്ലാവർക്കും ഒരേ ധാരണയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണിത്. അതായത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടെത്തുക, അതിനെപ്പറ്റി പഠിക്കുക, അതൊരു ഡോക്യുമെന്റ് ആക്കുക, അത് ശരിയാണോന്നൊന്നുകൂടി ഉറപ്പുവരുത്തുക, പിന്നെ ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോവുക. ഇത്രയുള്ളൂ. ശരി, ഈ റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ്. അതിന് പ്രധാനമായിട്ട് 5 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തേത് എലിസിറ്റേഷൻ, അതായത് ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൽ. രണ്ടാമത്തേത് അനാലിസിസ്, കിട്ടിയ വിവരങ്ങളെല്ലാം വിശകലനം ചെയ്യുക. 3 സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക. 4 വാലിഡേഷൻ, രേഖപ്പെടുത്തിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അവസാനമായി 5ാമത്തേത് മാനേജ്മെന്റ്, ഈ പ്ലാൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഒരു വെറും ഐഡിയയിൽ നിന്ന് ഒരു വർക്കിംഗ് പ്ലാനിലേക്കുള്ള യാത്രയാണിത്. നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ഒരു വിഷ് ലിസ്റ്റിൽ നിന്ന് കൃത്യമായൊരു പ്ലാനിലേക്ക്. ഇവിടെയാണ് ശരിക്കും ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളെയും ആശയങ്ങളെയും എങ്ങനെ ഒരു പ്രായോഗികമായ പ്ലാനാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ പ്രോസസ്സിന്റെ അടിത്തറ. ഒന്നാമത്തെ സ്റ്റെപ്പ്, എലിസിറ്റേഷൻ. ഇതിനെ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാനുള്ളൊരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞ വീടിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു ആർക്കിടെക്റ്റ് വീട്ടുകാരോട് അവരുടെ സ്വപ്ന വീടിനെപ്പറ്റി വിശദമായി ചോദിച്ചറിയുന്നില്ലേ? അതുപോലെ ഈ സോഫ്റ്റ്വെയർ ആർക്കാണോ വേണ്ടത് അവരിൽ നിന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും ആശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു വഴി മാത്രമല്ല കേട്ടോ ഉള്ളത്. പല ടെക്നിക്കുകളുണ്ട്. നമുക്ക് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സർവേകൾ നടത്താം. ചിലപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് നല്ലതായിരിക്കും. ആളുകൾ എങ്ങനെയാണ് നിലവിൽ ജോലി ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കാം. അതുമല്ലെങ്കിൽ ഒരു ചെറിയ മോഡൽ, അതായത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കാണിച്ച് അവരുടെ അഭിപ്രായം തേടാം. ഓരോ സാഹചര്യത്തിനും പറ്റിയ രീതി നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് കുറേയധികം വിവരങ്ങൾ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്, അനാലിസിസ്. അതായത് ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഒരു വ്യക്തതയുണ്ടാക്കുക. തുടക്കത്തിൽ ചിലപ്പോൾ പരസ്പരം ചേരാത്ത ഐഡിയകളും കൃത്യമല്ലാത്ത ലക്ഷ്യങ്ങളും ഒരേ കാര്യം തന്നെ പലരും ആവർത്തിച്ചു പറയുന്നതുമൊക്കെയുണ്ടാവാം. ആകെ ഒരു കൺഫ്യൂഷനായിരിക്കും. ഈ സ്റ്റെപ്പിൽ നമ്മൾ അതെല്ലാം പരിശോധിച്ച് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത് എന്നൊക്കെ തീരുമാനിക്കും. അവസാനം എല്ലാവരും അംഗീകരിച്ച കൃത്യമായ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ശരി, അപ്പം നമ്മളെ കയ്യിലിപ്പോൾ ആവശ്യങ്ങളുടെ ഒരു ക്ലിയർ ലിസ്റ്റുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ഇനി വേണ്ടത് ഈ പ്ലാൻ ഔദ്യോഗികമായി രേഖപ്പെടുത്തുക, എന്നിട്ട് ഇതിലുൾപ്പെട്ട എല്ലാവരുടെയും സമ്മതം വാങ്ങുക എന്നതാണ്. അതായത് നമ്മുടെ ബ്ലൂ പ്രിന്റ് ഫൈനൽ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് 3ാമത്തെ സ്റ്റെപ്പ് വരുന്നത്, സ്പെസിഫിക്കേഷൻ. ഇതിന്റെ ഭാഗമായി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കും. അതിന്റെ പേരാണ് SRS, അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബ്ലൂ പ്രിന്റ്. പ്രോജക്റ്റിന്റെ A to Z കാര്യങ്ങൾ ഇതിൽ കൃത്യമായി എഴുതിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ SRS ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? പ്രധാനമായും 4 കാര്യങ്ങൾ. 1 ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, അതായത് ഈ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് യൂസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റണം. 2 നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, അതായത് ഈ കാര്യങ്ങൾ എത്ര നന്നായി ചെയ്യണം, ലോഗിൻ 1 സെക്കൻഡിനുള്ളിൽ നടക്കണം എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ ഇൻഫർഫേസുകൾ, അതായത് മറ്റ് സോഫ്റ്റ്വെയറുകളുമായി ഇതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത്. അവസാനമായി ഈ പ്രൊജക്റ്റിന് എന്തെങ്കിലും പരിമിതികളോ മറ്റ് അനുമാനങ്ങളോ ഉണ്ടെങ്കിൽ അതും ഇതിൽ വ്യക്തമാക്കും. നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി. പക്ഷേ
ഇത് 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, അല്ലേ? അവിടെയാണ് നാലാമത്തെ സ്റ്റെപ്പായ വാലിഡേഷന്റെ പ്രാധാന്യം. അതായത് നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണിയൊക്കെ തുടങ്ങിയ ശേഷം ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പണവും സമയവും നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റ് കംപ്ലീറ്റ് ആണോ, കറക്റ്റ് ആണോ, അതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ചെക്കാണിത്. പണി തുടങ്ങും മുൻപുള്ള ഫൈനൽ ചെക്കിംഗ്. ഇത് ചെയ്യാനും പല വഴികളുണ്ട്. ചിലപ്പോൾ ടീമിലുള്ളവർ എല്ലാവരും കൂടിയിരുന്ന് ഈ ഡോക്യുമെന്റ് ഒന്നുകൂടി വിശദമായി വായിച്ചു നോക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഉപഭോക്താവിനെ കാണിക്കും. വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഒരു 3D മോഡൽ കാണിച്ച് എല്ലാം ഓക്കെയാണോന്ന് ചോദിക്കില്ലേ? അതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡി, എല്ലാവരും അത് പരിശോധിച്ച് ഓക്കെ പറഞ്ഞു, ഇനി പണി തുടങ്ങാം. പക്ഷേ ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ പ്ലാനിൽ നിന്ന് ഒരു മാറ്റവും വരാതെ നോക്കാൻ ഒരു സൂപ്പർവൈസർ വേണ്ടേ? അതുപോലെയാണ് ഇവിടെയും. പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുണ്ടാക്കിയ ഈ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അതാണ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ്. ഇത് പ്രോജക്റ്റ് തീരുന്നതുവരെ തുടരുന്ന ഒരു പ്രോസസ്സാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് മാനേജ്മെന്റ്. ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണല്ലേ? ചിലപ്പോൾ പുതിയൊരു ഐഡിയ വരാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെ ഒരു നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സാണിത്. അല്ലെങ്കിൽ പിന്നെ തോന്നുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി അവസാനം നമ്മൾ ഉദ്ദേശിച്ച സാധനമേ ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റിനെ അനാവശ്യ മാറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായി ഇതിനായി ഒരു ചേഞ്ച് കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ CCB ഉണ്ടാകും. ആരെങ്കിലും ഒരു മാറ്റം ആവശ്യപ്പെട്ടാൽ അത് ഈ ബോർഡിന് മുന്നിൽ വരും. അവരത് പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കും. ഉദാഹരണത്തിന് നോക്കൂ, ആപ്പിൽ ഒരു ഡാർക്ക് മോഡ് ചേർക്കണമെന്ന് ഒരാൾ ആവശ്യപ്പെടുന്നു. അതത്ര വലിയ മാറ്റമല്ലാത്തതുകൊണ്ട് അവരത് അംഗീകരിച്ചു. പക്ഷേ പുതിയൊരു പേയ്മെന്റ് ഗേറ്റ്വേ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പ്രോജക്റ്റിനെ ഒരുപാട് ബാധിക്കുമെന്ന് കണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഇങ്ങനെ ഓരോ മാറ്റവും ആലോചിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സ്റ്റെപ്പിലുണ്ട്. ഒന്ന്, വേർഷൻ കൺട്രോൾ. അതായത് നമ്മുടെ ഈ ബ്ലൂ പ്രിന്റിൽ എന്ത് മാറ്റം വരുത്തിയാലും അതിന്റെ ഒരു റെക്കോർഡ് സൂക്ഷിക്കും. 2, ട്രേസബിലിറ്റി. അതായത് ഓരോ ആവശ്യവും സോഫ്റ്റ്വെയറിന്റെ ഏത് ഭാഗത്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. 3, ഇമ്പാക്റ്റ് അനാലിസിസ്. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ പോലും അത് മറ്റെവിടെയൊക്കെ ബാധിക്കുമെന്ന് മുൻകൂട്ടി പഠിക്കുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രോജക്റ്റ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? വളരെ സിമ്പിളാണ്. ഈ പ്രോസസ്സ് കൃത്യമായി ഫോളോ ചെയ്താൽ സോഫ്റ്റ്വെയറിലെ തെറ്റുകൾ കുറയും. ഒരേ പണി വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരില്ല. സ്വാഭാവികമായും ചെലവും കുറയും. ഏറ്റവും പ്രധാനമായി നമ്മൾ ഉണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റ് വിജയിക്കാനുള്ള സാധ്യത കൂടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങളുടെ ഫോണിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്പ് തുറക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിലെ ഏത് ഫീച്ചർ ഉണ്ടാക്കാനായിരിക്കും ഡെവലപ്പർമാർക്ക് ഏറ്റവും കൂടുതൽ തല പുകയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവുക? ഏത് റിക്വയർമെന്റ് ആയിരിക്കും കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക? ചുറ്റുമുള്ള ടെക്നോളജിയെ ഒരു പുതിയ രീതിയിൽ കാണാൻ ചിലപ്പോൾ ഈ ചിന്ത നിങ്ങളെ സഹായിക്കും.